Hello everyone. So today's topic we are going to cover is Indian poetics. Let's begin from the last module itself, Indian poetics. So നമുക്ക് വെസ്റ്റേൺ പോയറ്റിക്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, ബ്രിട്ടീഷ് പോയട്രി ഇതൊക്കെ നമ്മൾ പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ വി ഓൾസോ ഹാവ് ഇന്ത്യൻ പോയറ്റിക്സ്. അപ്പോൾ ഈ ലിറ്റററി ക്രിറ്റിസിസം പേപ്പറിൽ നമ്മൾ വെസ്റ്റേൺ ക്രിറ്റിസിസമാണ് നോക്കിക്കേണ്ടത് അല്ലേ. വെസ്റ്റേണേഴ്സിൻ്റെ ആ ഒരു അപ്രോച്ച്, ക്രിട്ടിക്കൽ ഓവർവ്യൂ ഇതൊക്കെയാണ് വി ഹാവ് സീൻ ഇൻ ദ പാസ്റ്റ് ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ആദ്യമൊക്കെ തന്നിട്ടുള്ളതാണ്. ഇവിടെ വി ഹാവ് ഇന്ത്യൻ പോയറ്റിക്സ്. വട്ട് ഈസ് ഇന്ത്യൻ പോയറ്റിക്സ്, ആരാണ് അതിൻ്റെ പ്രൊപ്പോണൻസ്, ഡിഫറെൻറ്റ് തിയറീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യൻ പോയറ്റിക്സിലുള്ളത്. ഇന്ത്യൻ പോയറ്റിക്സ് മെയിൻലി എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? സാൻസ്ക്രിറ്റ് പോംസിനെയാണ്, അല്ലെങ്കിൽ സാൻസ്ക്രിറ്റ് പോയറ്റിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് സാൻസ്ക്രിറ്റ് ഈസ് ആ ക്ലാസിക്കൽ ലാംഗ്വേജ്. ഇന്ത്യൻ പോയറ്റിക്സിനെ അലങ്കാര ശാസ്ത്ര എന്നാണ് സാൻസ്ക്രിറ്റിൽ പറയുക. അലങ്കാര ശാസ്ത്ര, ഇന്ത്യൻ പോയറ്റിക്സ് ഓർ സാൻസ്ക്രിറ്റ് പോയറ്റിക്സ് മീൻസ് അലങ്കാര ശാസ്ത്ര. അലങ്കാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എംബലിഷ്മെൻറ്റ്. ഇംഗ്ലീഷിലെ എംബലിഷ്മെൻറ്റ്, മലയാളത്തിലും നമ്മൾ അലങ്കാരം എന്നാണ് പറയുക. അപ്പം അലങ്കാര ശാസ്ത്ര എന്നാണ് പോയറ്റിക്സിനെ പറയുന്നത്. അപ്പം അലംകാരയിലെ അലം എന്നുള്ളത് റൂട്ട് വേർഡാണ്, അത് പ്രിഫിക്സ് അല്ലേ. ആലമിൻ്റെ അർത്ഥം എന്താണ്? പെർഫെക്ഷൻ. അലങ്കാര എന്ന് പറഞ്ഞാൽ എംബലിഷ്മെൻറ്റ്, വെറാസ് if we consider the root word alam, it denotes perfection. Now ഈ ഇന്ത്യൻ poetics is equal to Vedas in its antiqueness എന്നാണ് പറയുന്നത്. വേദാസ് എത്രത്തോളം ആൻറ്റീക്കാണ്? ആൻറ്റീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ദാറ്റ് ഹാസ് എ ഹൈ വാല്യൂ, അതാണ് ആൻറ്റീക്ക്. വിനോ ദാറ്റ് വേദാസ് ദാറ്റ് ഹാസ് ബീൻ ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ, അത് ആൻറ്റീക്കാണ്. ഇറ്റ്സ് യുണീക്ക് ഇൻ ഇറ്റ് സെൽഫ് അല്ലേ. സെയിം ഇന്ത്യൻ പോയറ്റിക്സും അതുപോലെ തന്നെയാണ്. സോ ആൻറ്റീക്കാണ്, ലൈക്ക് ദാറ്റ് ഓഫ് ദ വേദാസ്. ഇന്ത്യൻ പോയറ്റിക്സ് എന്ന് പറയുന്നത് ആൻറ്റീക്കാണ്. വി കനോട്ട് കമ്പയർ ഇറ്റ് വിത്ത് എനി അതർ ബ്രാഞ്ചസ്. ഇറ്റ് ഈസ് ഇൻ ഇറ്റ് സെൽഫ് ആൻറ്റീക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ. നൗ ഇന്ത്യൻ ആസ്തറ്റിക്സിൽ ശരിക്കും എന്താണ് നമുക്കുള്ളത്? ഇന്ത്യൻ ആസ്തറ്റിക്സിൽ വി ക്യാൻ ഫൈൻഡ് ഇൻ ദ സ്പിരിച്വൽ ആൻഡ് ഫിലോസഫിക്കൽ വ്യൂ. സ്പിരിച്വൽ വ്യൂ ഉണ്ടാവും, കാരണം ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു സ്പിരിച്വൽ ടച്ച് നമുക്ക് കാണാം. ആ റിലീജിയനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പിരിച്വൽ ടച്ച് നമുക്ക് കാണാൻ പറ്റും. സോ ഇന്ത്യൻ ആസ്തറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിലോസഫിക്കൽ ആൻഡ് സ്പിരിച്വൽ വ്യൂ ഓൺ ആർട്ട്, ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ. ആർട്ടായാലും ആർക്കിടെക്ചർ ആയാലും ലിറ്ററേച്ചർ ആയാലും ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ആൻഡ് സ്പിരിച്വൽ വ്യൂ, ഇതാണ് നമുക്ക് ഇന്ത്യൻ ആസ്തറ്റിക്സിൽ കാണാൻ സാധിക്കുന്നത്. റൈറ്റ്. പിന്നെ ഇന്ത്യൻ ആസ്തറ്റിക്സ് അനുസരിച്ചിട്ട് ആർട്ടും ലിറ്ററേച്ചറും ഡിഫറെൻ്റ് അല്ല. ആർട്ട് എന്ന് പറഞ്ഞാൽ ഓൾ ദോസ് ആർട്സ് ഇൻക്ലൂഡിങ് ദ ഫൈൻ ആർട്സ് അടക്കം എല്ലാം, ഡാൻസ്, മ്യൂസിക്, പെയിൻറ്റിങ് എല്ലാം വരും അതിൽ. അപ്പോൾ അക്കോർഡിംഗ് ടു ഇന്ത്യൻ ആസ്തറ്റിക്സ് ആർട്ടും ലിറ്ററേച്ചറും they are not fundamentally different from each other. ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നില്ല. ലൈക്ക് നമുക്ക് കപില വാത്സായൻ എന്ന് പറയുന്ന ഫേമസ് അല്ലെങ്കിൽ നോൺ ആർട്ട് ക്രിട്ടിക് ഉണ്ട്, ഇന്ത്യൻ ആർട്ട് ക്രിട്ടിക് കപില വാത്സായൻ. Now according to this man Kapila Vatsyayan, classical Indian architecture, not the western which we are following today, the classical Indian architecture അല്ലെങ്കിൽ സ്കൾപ്ചർ, കൊത്തുപണികളോ, പെയിൻറ്റിങ് ഓർ ലിറ്ററേച്ചർ, ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക്, ക്ലാസിക്കൽ ഇന്ത്യൻ ഡാൻസ്, ഇതിനൊക്കെ ദോ സെപ്പറേറ്റ് റൂൾസ് ഉണ്ട് ഇല്ലേ. ഇതിൻ്റെ ഇവല്യൂഷൻ്റെ പിന്നിലെ ഒരേ ഫോമിനും അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് റൂൾസ് ഉണ്ട്. മ്യൂസിക്കിൻ്റെ റൂൾസ് ആവില്ല, പെയിൻറ്റിങ്ങിൻ്റെ റൂൾസ്. പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ വി ആർ കൺസിഡറിങ് ഓൺലി ക്ലാസിക്കൽ ഇന്ത്യൻ പെയിൻറ്റിംഗ്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ റൂൾ ലിറ്ററേച്ചറിന് ഉണ്ടാവില്ല, സ്കൾപ്ചറിൻ്റെ റൂൾ മ്യൂസിക്കിന് ഉണ്ടാവില്ല. ഈച്ച് ഓഫ് ദീസ് ബ്രാഞ്ച് ഹാസ് സെപ്പറേറ്റ് റൂൾസ് അല്ലേ. അതാത് മീഡിയയ്ക്ക് അനുസരിച്ചിട്ട് സെപ്പറേറ്റ് റൂൾസ് ഉണ്ട്. പക്ഷേ ദ ഷെയർ ദ അണ്ടർലൈൻ സ്പിരിച്വൽ ബിലീഫ് ഓഫ് ഇന്ത്യൻ റിലീജിയോ ഫിലോസഫിക് മൈൻഡ്. എന്താണ് ഈ ബ്രാഞ്ചസ് തമ്മിൽ കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഉള്ളത്, അല്ലെങ്കിൽ കോമൺലി ഷെയർ ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ സ്കൾപ്ചർ ആയാലും ആർക്കിടെക്ചർ ആയാലും മ്യൂസിക് ആയാലും ദോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്വന്തം റൂൾസ് ഉണ്ടെങ്കിലും കൂടിയും വാട്ട് ദേ ആർ ഷെയറിങ്, ദേ ഷെയർ ദ സ്പിരിച്വൽ ബിലീഫ്, ഇന്ത്യൻ റിലീജിയോ ഫിലോസഫിക്കൽ സ്പിരിച്വൽ ബിലീവ്സ്. ആ ബിലീവ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇവോൾവ് ആയിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ ഒപ്പീനിയൻ ഓഫ് ഫേമസ് ആർട്ട് ക്രിട്ടിക് കപില വാത്സായൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിലുള്ളത്. ആൻഡ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പോയറ്റിക്സിൽ നമുക്ക് ഒരുപാട് തിയറീസ് ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് ലിറ്റററി തിയറിയിൽ നമുക്ക് ഫോർമാലിസം ഉണ്ട്, സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഇങ്ങനെ നമ്മൾ കാണുന്നില്ലേ. അതുപോലെ തന്നെ ഇന്ത്യൻ പോയറ്റിക്സിലും വി ഹാവ് ഡിഫറെൻറ്റ് തിയറീസ്. അതിൽ 4 മേജർ തിയറീസ് നമുക്ക് തന്നിട്ടുണ്ട്. ദ നമ്പർ 1 ഈസ് രാസ, ദറ്റ് ഈസ് ദ ഇമോഷൻസ്. ധ്വനി എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് സജസ്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പ്രഷൻ, അതാണ് ധ്വനി. വക്രോക്തി മൂന്നാമത്തത്.
വക്രോക്തി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്. പിന്നെ അലങ്കാര, ഞാൻ പറഞ്ഞില്ലേ എംബലിഷ്മെൻറ്റിന്, അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ എന്നാണ് പറയും. സോ ദീസ് ആർ ദ 4 മേജർ തിയറീസ് ഇൻ ഇന്ത്യൻ പോയറ്റിക്സ്. ആൻഡ് നമുക്ക് ഒരുപാട് പ്രപ്പോണൻസും ഉണ്ട് ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ, ഒരുപാട് പ്രപ്പോണൻസ് ഉണ്ട്. ദ പയനിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പയനിയർ ഈസ് ഭരതമുനി. ആൻഡ് അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരുപാട് ആചാര്യാസ് ഉണ്ട് ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ. ബഹാമ, വാമന, ജഗന്നാഥ, കുന്തക, ഇവരൊക്കെ ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ സ്കോളേഴ്സാണ്. ബിഗിൻസ് ഫ്രം ഭരത. നെക്സ്റ്റ് നമുക്ക് ഒരേ തിയോറീസിലോട്ട് പോവാം അല്ലേ. നമുക്ക് 4 തിയറീസ് ഉണ്ട്: രസ, ധ്വനി, വക്രോക്തി, അലങ്കാര. സോ ലെറ്റ് us start with രസ തിയറി. Now theory of rasa നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് പ്രപ്പോസ്ഡ് ബൈ, അല്ലെങ്കിൽ ദിസ് ഈസ് ബീങ് ആട്രിബ്യൂട്ടഡ് ടു ഭരതമുനി. ഒരു സീറാണ് ഭരതമുനി ആൻഡ് എ സ്കോളർ. സോ ഭരതമുനിയുടെ ഈ തിയറി ഓഫ് രസ ആണ് സെൻട്രൽ ടെനറ്റ് ഓഫ് ഇന്ത്യൻ ആസ്തറ്റിക്സ്. സെൻട്രൽ ടെനറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഓഫ് ദ മെയിൻ ബിലീഫ് ഓർ വൺ ഓഫ് ദ മെയിൻ പ്രിൻസിപ്പിൾ വി ക്യാൻ സേ. അപ്പോൾ ഭരതമുനിയുടെ തിയറി ഓഫ് രസ ആണ് സെൻട്രൽ ടെനറ്റ്. നൗ ആളുടെ ഈ തിയറി ഓഫ് രസ ഇറ്റ് വാസ് എക്സ്പ്രസ്ഡ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് ഗിവൻ ഇൻ ഹിസ് വർക്ക് നാട്യശാസ്ത്ര. ഭരതമുനിയുടെ നാട്യശാസ്ത്രം നമ്മൾ കോമൺലി കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നാട്യശാസ്ത്രത്തിലാണ് തിയറി ഓഫ് രസ പ്രപ്പോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൽ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്: രസാധ്യായ, ഭാവാധ്യായ. രസാധ്യായ, ഭാവാധ്യായ. നോ രസ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്? രസ കോൺസെൻട്രേറ്റ്സ് ഓൺ ദ എഫക്റ്റ് ഓഫ് എൻ ആർട്ട് ഫോം. ഒരു ആർട്ട് ഫോമിൻ്റെ എഫക്റ്റ് ഓൺ ഇറ്റ്സ് സ്പെക്ടേറ്റർ, കാഴ്ചക്കാരുടെ മുകളിൽ അത് എത്രത്തോളം ഇഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് രസ, നമ്മൾ നവരസങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒന്നുമില്ലെങ്കിൽ കഥകളിയിൽ നമ്മൾ നവരസങ്ങളുടെ ഉപയോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ഈ നവരസങ്ങളും ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു പെർഫോമർ അവിടെ എക്സിബിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ക്രിയേറ്റ് സം സോർട്ട് ഓഫ് ഇഫക്റ്റ് ഇൻ ദ ഓഡിയൻസ് അല്ലേ. നമ്മൾ ഓഡിയൻസ് ആണെങ്കിൽ, നമ്മൾ ഓഡിയൻസ് ആയിട്ട് കാണാനിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നവരസങ്ങൾ ഏതെങ്കിലുമൊക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഓരോ രസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഓരോ എക്സ്പ്രഷൻ ആയിരിക്കും എന്താ പറയുക ആ പെർഫോമർ അവിടെ എക്സിബിറ്റ് ചെയ്യുക. സോ അത് നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു എഫക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഭരതമുനിയും പറഞ്ഞത് അതാണ്. രസ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഇറ്റ്സ് എ പീസ് ഓഫ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ വർക്ക് ഓഫ് ആർട്ട് വിച്ച് ക്രിയേറ്റ് സം എഫക്റ്റ് on the readers or on the spectators. ഒന്നുമില്ലെങ്കിൽ readers അല്ലെങ്കിൽ spectators. So this creates an impression on the mind of the audience. ഓഡിയൻസിൻ്റെയോ റീഡറിൻ്റെയോ മൈൻഡിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ രസാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ രസാസ് എന്ന് പറഞ്ഞാൽ നവരസങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. സോ രസ ഇറ്റ് ഈസ് an aesthetic experience the individual has. ആ ഇൻഡിവിജ്വൽ സ്പെക്ടേറ്റർ ആയാലും റീഡർ ആയാലും ആ ഇൻഡിവിജ്വലിന് ഉണ്ടാവുന്ന ഒരു ആസ്തറ്റിക് എക്സ്പീരിയൻസ്. ആസ്തറ്റിക് എന്ന് വെച്ചാൽ എന്താ? സൗന്ദര്യാത്മകമായിട്ടുള്ള, ദാറ്റ് വിച്ച് ഈസ് കൺസേൺ വിത്ത് ബ്യൂട്ടി അല്ലേ. അപ്പോൾ ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇൻഡിവിജ്വലിന് ഉണ്ടാവുക. ഇൻഡിവിജ്വൽ മീൻസ് ഹി മേ ബി എ സ്പെക്ടേറ്റർ ഓർ ഹി മേ ബി എ റീഡർ. ആൻഡ് രസ, സംസ്കൃതത്തിലെ രസ അതിൻ്റെ അർത്ഥം എന്താണ്? നോർമൽ ലിറ്റററി ലാംഗ്വേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജ്യൂസ് ഓർ ഇറ്റ്സ് എ ടേസ്റ്റ്. അതാണ് സാൻസ്ക്രിറ്റിലെ ലിറ്ററൽ മീനിങ്, അങ്ങനെയാണ് വരുന്നത്. ഇനി ഇന്ത്യൻ പോയറ്റിക്സിലെ രസ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഇമോഷണൽ എലിമെന്റ്സ് ഇൻകോർപ്പറേറ്റഡ് ഇൻ എ വർക്ക്. ഒരു വർക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന, ഉൾപ്പെടുത്തുന്ന ഇമോഷണൽ എലിമെന്റ്സ്, അതിനെയാണ് നമ്മൾ ഇന്ത്യൻ പോയറ്റിക്സിലെ രസ എന്ന് പറയുന്നത്. ലിറ്ററലി സാൻസ്ക്രിറ്റിലെ രസ എന്ന് പറഞ്ഞാൽ ടേസ്റ്റാണ്. Now, according to Bharata, ഇനി നമുക്ക് let us look into the details of Rasa theory. Rasa, how can we attain Rasa എന്നാണ് നെക്സ്റ്റ് ആൾ പറയുന്നത്. Now, നമ്മളൊരു ഡാൻസ് പെർഫോമൻസ് കാണാൻ. സോ അവിടെ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ എഫേർട്ട് എന്തായിരിക്കും? ഹിസ് ഓർ ഹെർ എഫേർട്ട് വിൽ ബി ടു ക്രിയേറ്റ് എൻ ആർട്ട് വിച്ച് ക്യാൻ സ്റ്റിർ ദ ഇമോഷൻ ഓഫ് ദ സ്പെക്ടേറ്റർ അല്ലേ. ഇമോഷൻസ് അവിടെ സ്റ്റിർ ആവണം നമ്മുടെ. അതാണ് ആ ആർട്ടിസ്റ്റിൻ്റെ ശരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ആർട്ടിസ്റ്റ് അവിടെ എഫേർട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഡാൻസ് തന്നെ, അപ്പോൾ ഡാൻസിൽ പലതരത്തിലുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ. ലൈക്ക് ക്രോധ, ഭയ, അല്ലെങ്കിൽ വിസ്മയം, ശോകം, ഇതൊക്കെ ഒരു ഡാൻസ് പെർഫോമൻസിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി അത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിൻ്റെ എഫേർട്ട് അവിടെ എന്തായിരിക്കും? ആ ആർട്ടിസ്റ്റ് ഇമോഷൻസിനെ അവിടെ എക്സിബിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് സ്റ്റിർ നമ്മുടെ ഇമോഷൻസ്, സ്പെക്ടേറ്റേഴ്സിൻ്റെ ഇമോഷൻസിനെ അത് സ്റ്റിർ ചെയ്യണം. ഈവൻ ഒരു പെയിൻറ്റിങ് നമ്മൾ കാണുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ എഫേർട്ട് ഓഫ് ദാറ്റ് ആർട്ടിസ്റ്റ്? കാണുന്നവരിലെ അതൊരു കൈൻഡ് ഓഫ് ഇമോഷൻ ഇവോക്ക് ചെയ്യണം എന്നാണ്. അതായിരിക്കും ആ ആർട്ടിസ്റ്റിൻ്റെ എഫേർട്ട് ഉണ്ടാവുക. ആൻഡ് ദ സ്പെക്ടേറ്റർ
കാഴ്ചക്കാരനോ ഇൻ ടേൺ കംസ് ടു എ പെർഫോമൻസ് ഓൺലി ഫോർ ദിസ് പ്ലെഷർ, അല്ലേ? ഈ ഒരു പ്ലെഷർ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പെക്ടേറ്റർ ഒരു പെർഫോമൻസ് കാണാൻ പോകുന്നത്. വൈ ആർ ഗോയിങ് ടു സി ഒരു കഥകളി പെർഫോമൻസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിന്റിങ് എക്സിബിഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്കിടെക്ചറിൻ്റെ എന്തെങ്കിലുമൊക്കെ എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. സോ എന്തിനാണ് നമ്മളത് കാണാൻ പോവുക? കാണാൻ പോകുന്നത് ഒന്നാമത് അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, ആ ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെ അത് കാണാൻ പോകുന്നത് അതിൽ നിന്നും ഒരു കൈൻഡ് ഓഫ് പ്ലെഷർ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അത് കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്ലെഷർ ഉണ്ടാവും. എങ്ങനെയാണോ നമുക്ക് മിമെസിസ് വഴി കെഥാർസിസ്, അല്ലേ? കെഥാർസിസ് ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ. മിമെസിസ് വഴി നമുക്ക് കെഥാർസിസ് ഉണ്ടാവും എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏതൊരു സ്പെക്ടേറ്ററും തനിക്ക് താല്പര്യമുള്ള ഒരു ആർട്ടിസ്റ്റിക് വർക്ക് കാണാൻ പോകുന്നത് അതിൽ നിന്നൊരു പ്ലെഷർ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേർപ്പസ് ഓഫ് എനി പെർഫോമൻസ് ശരിക്കും എന്താണ്? ഏതൊരു പെർഫോമൻസ് ആണ് സെയിം. ഏതൊരു പെർഫോമൻസിൻ്റെയും പേർപ്പസ് എന്താണ്? ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ നോളേജ് ഷെയർ ചെയ്യാനൊന്നല്ല, ബട്ട് ടു എലിസിറ്റ് ദ ഇമോഷൻസ് ഓർ ആസ്തറ്റിക് എക്സ്പീരിയൻസ് ഇൻ ദ ഓഡിയൻസ്. അപ്പോൾ ഇങ്ങനെ ആസ്തറ്റിക് എക്സ്പീരിയൻസ് ഓഡിയൻസിൽ ക്രിയേറ്റ് ആവണമെങ്കിൽ 3 കമ്പോണൻസ് അല്ലെങ്കിൽ 3 എലിമെൻറ്റ്സ് ഇവിടെ ഭരതമുനി പറയുന്നുണ്ട് രസയിൽ. അതാണ് വിഭവ, അനുഭവ, വ്യഭികാരി ഭാവ. വിഭവ, അനുഭവ ആൻഡ് വ്യഭികാരി ഭാവ. ഇത് 3ഉം കമ്പൈൻ ആവണം. ഇത് 3ഉം കമ്പൈൻ ആയാൽ മാത്രമാണ് ഒരു സ്ഥായി ഭാവം അവിടെ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് ഇമോഷൻ. വിഭവ, അനുഭവ, വ്യഭികാരി ഭാവ സംയോഗ രാസനിസ്പത്തി. വിഭവ, അനുഭവ, വ്യഭികാരി ഭാവ സംയോഗ രാസനിസ്പത്തി. ഇതാണ് ഭരതമുനി പറയണത്, എടാ. അപ്പം എന്താണ് ഈ വിഭവ, അനുഭവ, വ്യഭികാരി ഭാവ? ഇത് 3ഉം കമ്പൈൻ ആയിട്ട് ഒരു സ്ഥായി ഭാവം കിട്ടണമെന്നാണല്ലോ പറയുന്നത്. അപ്പം എന്താണ് ഈ വിഭവ? വിഭവ എന്ന് പറയുന്നത് ദ കോസ്, കാരണം, അല്ലെങ്കിൽ ദ ഡിറ്റർമിനൻറ്റ്, അതും നമുക്ക് പറയാം. ഇറ്റ്സ് ദ ഡിറ്റർമിനൻറ്റ് ഓർ ദ കോസ് ഓർ ദ കാരണം. ഓക്കെ, അതാണ് വിഭവ. വിഭവയിൽ തന്നെ നമുക്ക് 2 തരമുണ്ട്. ആലംബന വിഭവ, ഉദ്ദീപന വിഭവ. ആലംബന ആൻഡ് ഉദ്ദീപവ. അപ്പോൾ ഇവിടെ വിഭവ എന്ന് പറയുന്നത് ശരിക്കും ദ ഫണ്ടമെൻ്റൽ ഫീലിങ്സ് ഓർ ഡോമിനൻറ്റ് മൂഡ്സ് ദാറ്റ് ക്യാൻ ബി ഇവോക്ഡ് ഓർ ആക്ടിവേറ്റഡ് ബൈ സർട്ടൻ സിറ്റുവേഷൻസ്. അതായത് സ്റ്റേജിന്മേ ഒരു സിറ്റുവേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഭരതനാട്യം പെർഫോമൻസ് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ ഒരു ഒഡീസി ഡാൻസിൻ്റെ പെർഫോമൻസ് നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ രാമരാവണ യുദ്ധം നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേജിൽ കാണുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കേണ്ടത്? എ കൈൻഡ് ഓഫ് ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡോമിനൻറ്റ് മൂഡ് വിൽ ബി ഇവോക്ഡ് ഓർ ആക്ടിവേറ്റഡ് ഇൻ ദ ഓഡിയൻസ്, അല്ലേ? അതാണ് ഈ വിഭവ എന്ന് പറയുന്നത്. അതായത് കോസ്. എന്താണ് നമ്മുടെ മൂഡ് ആക്ടിവേറ്റ് ആവാനുള്ള കാരണം? എ കൈൻഡ് ഓഫ് പെർഫോമൻസ്. അതാണ് വിഭവ. ആ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ, ദാറ്റ് കോസ് വിച്ച് ക്യാൻ ക്രിയേറ്റ് an activated feeling or an evoked feeling in the audience, അതാണ് വിഭവ. ആൻഡ് വിഭവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 types ആണ്, ആലംബന ആൻഡ് ഉദ്ദീപന. എന്താ അപ്പോൾ ആലംബന വിഭവ? മൈൻഡ് ഓഫ് ദ പേഴ്സൺ, അതിനെയാണ് ആലംബന വിഭവ. കാരണം പെർഫോമൻസ് നടക്കുമ്പോൾ അത് നമ്മൾ സ്പെക്ടേറ്റേഴ്സിൽ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് അത് ആക്റ്റീവായിരിക്കണം, അല്ലേ? അപ്പോൾ അതിനെയാണ്, ആ മൈൻഡിനെയാണ്, മൈൻഡ് ഓഫ് ദ പേഴ്സൺ. അവിടെയാണല്ലോ സ്ഥായി ഭാവം ഇവോക്ക് ആവണത്. സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനൻറ്റ് ഇമോഷൻ ഇവോക്ക് ആവണത് ഇറ്റ്സ് ഇൻ ദ മൈൻഡ് ഓഫ് ദ പേഴ്സൺ. ആ മൈൻഡിനെയാണ് ആലംബന വിഭവ എന്ന് പറയും. ഇനി ഉദ്ദീപന വിഭവ എന്താണ്? ഉദ്ദീപന വിഭവ എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റീവ് കണ്ടീഷൻസ്, ആ സ്റ്റേജിലുള്ള പെർഫോമറിൻ്റെ ആക്ട്, അതാണ് ഒബ്ജക്റ്റീവ് കണ്ടീഷൻ. ആ ഒബ്ജക്റ്റീവ് കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ്സ് പ്രൊവോക്കിംഗ് ദ സ്ഥായി ഭാവ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോസിങ് ദ സ്ഥായി ഭാവ. അപ്പോൾ അതാണ് ഉദ്ദീപന വിഭവ, ആലംബന ആൻഡ് ഉദ്ദീപന വിഭവ. അപ്പോൾ അതൊക്കെ ആയില്ലേ ഫസ്റ്റ് പോയിന്റ്, വിഭവ. ആൻഡ് രണ്ടാമത്തത് അനുഭവ. അനുഭവ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഇമ്പാക്റ്റ് ആണ്, കോൺസിക്വൻസസ് ഓർ ഇമ്പാക്റ്റ്, അതാണ് അനുഭവ. ഈ അനുഭവയിലാണ് നമ്മൾ എന്ത് കാണണത്? ഫിസിക്കൽ ഓർ ദ ഔട്ട്വേർഡ് മാനിഫെസ്റ്റേഷൻ.
ആ ഇമ്പാക്റ്റ് എന്താണ്, ആ പെർഫോമൻസ് കാണുന്നതിൻ്റെ ഇമ്പാക്റ്റ് അത് ഫിസിക്കലി അല്ലെങ്കിൽ പുറമേക്ക് കണ്ടിട്ടില്ലേ. നമ്മൾ സിനിമ കാണുമ്പോൾ ട്രാജിക്കൽ സീൻസ് കാണുവാണ്, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടോ. അപ്പോൾ ട്രാജിക്കൽ സീൻസ് നമ്മൾ കാണുമ്പോൾ ലൈക്ക് നമ്മുടെ ഒരു ഓൾഡ് ഫിലിം ഉണ്ടല്ലോ, മാധവിയുടെ ക്യാൻസർ വന്നിട്ട് ലാസ്റ്റിലെ ഓരോ മക്കളേനെയും ഓരോരുത്തരെ ഏൽപ്പിക്കുന്നത്, അത് വല്ലാത്തൊരു ട്രാജിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് അല്ലേ. അപ്പോൾ ആ ട്രാജിക് സീൻസ് ആക്ടേഴ്സ് അവിടെ പെർഫോം ചെയ്യുമ്പോൾ ആസ് എ സ്പെക്ടേറ്റർ നമ്മൾ എന്താണ് ഉണ്ടാവുക, അവിടെ നമ്മളിൽ ഒരു ഫിസിക്കൽ ഓർ ഔട്ട്വേർഡ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. വി ടു ക്രൈ അലോങ് വിത്ത് ദം, മോസ്റ്റ് ഓഫ് ദം അല്ലേ, മോസ്റ്റ് ഓഫ് ദം ക്രൈ അലോങ് വിത്ത് ദം. അല്ലെങ്കിൽ നമ്മൾക്കും ഒരു ട്രാജിക് സെൻസ്, നമുക്കും ഒരു ഹെവിനെസ് ഓഫ് ദ ഹാർട്ട് അവിടെ ഫീൽ ചെയ്യും, ഇസന്റ് ഇറ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, അനുഭവ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ്. സോ ഇറ്റ് ഈസ് ദ ഫിസിക്കൽ റിയാക്ഷൻ ത്രൂ ആക്ഷൻ, വേർഡ് ഓർ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ആൻഡ് ദിസ് വിൽ ബി ദ ഇമ്പാക്റ്റ് ഓഫ് ദ വിഭവ. വിഭവയുടെ ഇമ്പാക്റ്റ് ആണ് അനുഭവ. ഇനി മൂന്നാമത്തതാണ് വ്യഭികാരി ഭാവാസ്. അപ്പോൾ വ്യഭികാരി ഭാവാസ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ റിയാക്ഷൻ, മറ്റേത് ഫിസിക്കൽ റിയാക്ഷൻ. വ്യഭികാരി ഭാവാസ് ആർ ദ മെൻ്റൽ സ്റ്റേറ്റ്സ്. പക്ഷെ മെൻ്റൽ സ്റ്റേറ്റ് ടെമ്പററി ആണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുമ്പോൾ വി ഫീൽ ഹെവിനെസ് അല്ലേ, വല്ലാത്തൊരു ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് അത് പെർമനൻ്റ് അല്ല, അത് കാണുന്നത്ര നേരം അല്ലെങ്കിൽ വളരെ കുറച്ച് നേരത്തേക്ക് ടെമ്പററിലി മാത്രമാണ് ഒരു എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവുക. സോ വ്യഭികാരി ഭാവ എന്ന് പറയുന്നത് ടെമ്പററി മെൻ്റൽ റിയാക്ഷൻസ് ഓർ മെൻ്റൽ സ്റ്റേറ്റ്സ്, ബട്ട് ഇറ്റ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ഥായി ഭാവ. സ്ഥായി ഭാവം പെർമനൻറ്റ് ഇമോഷൻ അറ്റൈൻ ആവണമെങ്കിൽ വ്യഭികാരി ഭാവയ്ക്കും കൂടി റോൾ ഉണ്ട്, ദോ അത് ടെമ്പററി ആണെങ്കിലും. ഓക്കെ. ആൻഡ് അക്കോർഡിംഗ് ടു രാസ തിയറീസ് 33 വ്യഭികാരി ഭാവാസ് ഉണ്ട്, 33 തരത്തിലുള്ള വ്യഭികാരി ഭാവാസ് ഉണ്ട് അത്ര. സോ ഇത് ഒരു ട്രാൻസിറ്ററി കൈൻഡ് ഓഫ് ഇമോഷനാണ് വ്യഭികാരി ഭാവ എന്ന് പറയുന്നത്, ട്രാൻസിറ്ററി കൈൻഡ് ഓഫ് ഇമോഷൻ. ആൻഡ് ഭരതമുനി ഇവിടെ 8 തരത്തിലുള്ള സ്ഥായി ഭാവാസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നേക്കുന്നത്. ലാറ്റർ അതിലേക്ക് ഒരു സ്ഥായി ഭാവ കൂടി ആഡ് ചെയ്തു. ആക്ച്വലി ഒറിജിനലി ഭരതമുനി 8 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ലാറ്റർ ആചാര്യാസ് എന്ത് ചെയ്തു, സ്ഥായി ഭാവ അറ്റൈൻ ചെയ്യണമെങ്കിൽ 1 more രസ കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇൻ ടോട്ടൽ നമുക്കിപ്പോൾ അത് 9 രസങ്ങളായിട്ടുള്ളത്. അപ്പം 9 സ്ഥായി ഭാവാസ്. അതെന്തൊക്കെയാണെന്ന് അറിയാലോ, രതി ആൻഡ് ശൃംഗാര, ക്രോധ ആൻഡ് രൗദ്രം, ഹാസ ആൻഡ് ഹാസ്യം. ഹാസ എന്ന് പറഞ്ഞാൽ മേത്ത്, ഹാസ്യം എന്ന് പറഞ്ഞാൽ കോമിക്. ഉത്സാഹ ആൻഡ് വീരം. ഉത്സാഹ എന്ന് പറഞ്ഞാൽ കറേജ്, വീരം എന്ന് പറഞ്ഞാൽ ഹീറോയിക്. ഭയ ആൻഡ് ഭയാനകം. ഭയ എന്ന് പറഞ്ഞാൽ പേടി, ഭയാനകം എന്ന് വെച്ചാൽ ടെറിബിൾ ആയിട്ടുള്ളത്, ഭയം ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ജുഗുപ്സ ആൻഡ് ബീബൽസം. വിസ്മയ, അത്ഭുതം. ശോക, കരുണം. സമ, ശാന്തം. ഇതാണ് 9 kinds ഓഫ് നവരസങ്ങളുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടി വരും. ഓക്കെ. ആൻഡ് ദിസ് രസ തിയറി ഇതിനെ ഫർദർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഭരതമുനിക്ക് ശേഷം ഈ ഒരു രസ തിയറീനെ കുറച്ചും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതുണ്ട്. ഇത് ചീഫ്ലി ഈ രസ തിയറീനെ എക്സ്റ്റെൻഡ് ചെയ്തത് അഭിനവ ഗുപ്ത എന്ന് പറഞ്ഞ സ്കോളറാണ്. ദിസ് സ്കോളർ അഭിനവ ഗുപ്ത ഭരതൻ്റെ നാട്യശാസ്ത്രത്തിൻ്റെ മുകളിൽ ഒരു കമൻട്രി തന്നെയാണ് എഴുതിയത്. ആ കമൻട്രിയിലാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. അഭിനവ ഗുപ്തയുടെ ഈ ഒരു വർക്കാണ് അഭിനവ ഭാരതി. ആൻഡ് അഭിനവ ഭാരതി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ കമൻട്രി ഓൺ ഭരതാസ് നാട്യശാസ്ത്ര. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ ഒരു കമൻട്രി ആണ് അഭിനവ ഭാരതി. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ അഭിനവ ഗുപ്ത. ആൻഡ് എന്താണ് ആളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യണത്, ദർ ഈസ് നോ പോയട്രി വിതൗട്ട് രസ. ഭരതമുനി നാട്യശാസ്ത്രത്തിൻ്റെ ആണ് നവരസങ്ങൾ എടുത്ത് പറഞ്ഞെങ്കിൽ അഭിനവ ഭാരതിയിലെ അഭിനവ ഗുപ്ത ആക്ച്വലി ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ അല്ലേ, എക്സ്റ്റൻഷൻ ഓർ എ കമൻട്രി ഓൺ ഭരതാസ് നാട്യശാസ്ത്ര എന്ന് പറയണം. അപ്പോൾ അഭിനവ ഗുപ്തൻ എന്താണ് അഭിപ്രായപ്പെട്ടേക്കുന്നത്, ദാറ്റ് ദർ ഈസ് നോ പോയട്രി വിതൗട്ട് രസ. രസ ഇല്ലാതെ പോയട്രിയും കൂടി എക്സിസ്റ്റ് ആവില്ല എന്നാണ് ആളതിൽ പറഞ്ഞേക്കേണ്ടത്. ഇവിടെ ഇതിലെ ഈ അഭിനവ ഭാരതിയിലെ അഭിനവ ഗുപ്തൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഹി ഹൈലൈറ്റഡ് ദ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. ഓഡിയൻസ് അല്ലെങ്കിൽ റീഡേഴ്സ് രസ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണ്. നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ദർ വിൽ ബി സം റീസൺ, സം സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ആ സൈക്കോളജിക്കൽ റീസൺസ്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് രസ, അതാണ് ആൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് തന്നേക്കുന്നത്. പിന്നെ അഭിനവ ഗുപ്തൻ ഇതിലെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പോയറ്റ് ഓർ എ ലേൺഡ് റീഡർ, രണ്ടുപേരും ദേ ഷെയർ എ കോമൺ എക്സ്പീരിയൻസ് ഓഫ് ഡിലൈറ്റ് എന്നാണ്. അപ്പോൾ ഞാനൊരു കവിത എഴുതുന്നു, എൻ്റെ കവിത നിങ്ങൾ വായിക്കുന്നു. സോ ഇവിടെ ആസ് എ പോയറ്റ് ഞാനും ആസ് എ റീഡർ നിങ്ങളും വിൽ ബി ഷെയറിങ് എ കോമൺ എക്സ്പീരിയൻസ് ഓഫ് ഡിലൈറ്റ് അല്ലേ. ഞാൻ എന്ത് ഡിലൈറ്റ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു,
ആ സെയിം ഡിലൈറ്റ് തന്നെ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് അഭിനവഗുപ്തൻ ബിലീവ് ചെയ്തത്. കാവ്യേ ശ്രോത സമാനോ അനുഭവാസ് തഥ കാവ്യേ ശ്രോത്ര സമാനോ അനുഭവാസ് തഥ. ഇതാണ് അഭിനവഗുപ്ത. സമാനം, ഈക്വലി വി എക്സ്പീരിയൻസ്. അത് കാവ്യം എഴുതുന്നവനായാലും കേൾക്കുന്നവനായാലും, റൈറ്റ്? അപ്പോൾ ബോത്ത് ആർ ദ പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത് പോയറ്റിക് എക്സ്പീരിയൻസിലെ, റീഡറും ആസ് വെൽ ആസ് ദ പോയറ്റ്. അപ്പോൾ ഇത് അഭിനവഗുപ്ത ഹൂ റോട്ട് എ കമൻട്രി ഓൺ ഭരതാസ് നാട്യശാസ്ത്ര. ആളുടെ അഭിപ്രായമാണ്. എന്താണ് അഭിപ്രായങ്ങൾ? ആളെഴുതിയത് അഭിനവ ഭാരതിയാണ്. ദർ ഇസ് നോ പോയിട്രി വിതൗട്ട് രസ എന്ന് പറഞ്ഞു. ദർ ആർ സർട്ടൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് രസ. അതാൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പോയറ്റും ഒരു ലേൺഡ് റീഡറും ദ ഷെയർ എ കോമൺ എക്സ്പീരിയൻസ് ഓഫ് ഡിലൈറ്റ് ആൻഡ് ബോത്ത് ആർ പാർട്ട്നേഴ്സ് ഇൻ ദ പോയറ്റിക് എക്സ്പീരിയൻസ് എന്നാണ് അഭിനവഗുപ്ത പറഞ്ഞിരിക്കുന്നത്. ആൻഡ് രസ തിയറിയെ പറ്റിയിട്ട് തന്നെ നമുക്ക് വേറൊരു സ്കോളറിൻ്റെയും കൂടി എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, അതായത് ഒപ്പീനിയൻ തന്നിട്ടുണ്ട്. ഒപ്പീനിയൻ ഓഫ് ഭട്ടലോല്ലത. Now, according to Bhattalolata, രസ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മെന്റൽ സ്റ്റേറ്റ്, സ്ഥായി ഭാവം, പെർമനന്റ് ഇമോഷൻ, ആസ് എക്സ്പ്ലെയിൻ ബൈ ഭരത. ഭട്ടലോലത്തെയും കൂടി എന്താ പറയുന്നത്? രസ ഈസ് എ പെർമനന്റ് മെന്റൽ സ്റ്റേറ്റ് ആൻഡ് it is experienced both by the character as well as the actor. അതാണ് ഭട്ടലോലത പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അഭിനവഗുപ്ത. അഭിനവഗുപ്ത എന്താണ് പറഞ്ഞത്? പോയറ്റ് ആൻഡ് ദ റീഡർ ദേ ഷെയർ കോമൺ എക്സ്പീരിയൻസ് എന്നാണ് അഭിനവഗുപ്ത പറഞ്ഞത്. ബട്ട് ഭട്ടലോലത പറഞ്ഞത് എന്താണ്? ദ ക്യാരക്ടർ ആസ് വെൽ ആസ് ദ ആക്ടർ പ്ലേയിങ് ദ പാർട്ട് എക്സ്പീരിയൻസ് ദ രസ. അപ്പോൾ ഐ ആം an actor and I'm playing the role of, suppose you think I'm playing the role of what do you say, Ravan. I'm playing the role of Ravan. Say I'm giving a dance performance, in that I'm playing the role of Ravan. അപ്പോൾ ഇവിടെ as an actor, I'm an actor and at the same time എന്ത് ക്യാരക്ടറാണ് ഞാൻ അവിടെ പോർട്രേ ചെയ്യുന്നത്? ക്യാരക്ടർ ഓഫ് രാവൺ. അപ്പോൾ ആ ക്യാരക്ടറിൽ ഉള്ള ഞാനെന്ന ഈ ഒരു ഫിസിക്കൽ സെൽഫ്, അതായത് ആക്ടറും, വി ബോത്ത് എക്സ്പീരിയൻസ് ദാറ്റ് പെർമനന്റ് മെന്റൽ സ്റ്റേറ്റ് രസ എന്ന് പറയുന്നത്. ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്യും, എന്നിലുള്ള ആ ഒരു ക്യാരക്ടർ അതും എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഭട്ടലോലത എന്ന് പറയുന്നത്. ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറുമ്പോൾ ആ ക്യാരക്ടർ മാത്രമല്ല അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്? ആ ഓഡിയൻസിലെ ആ വേണ്ടത്ര ഫീൽ കിട്ടില്ല. റിയാലിറ്റി ആയിരിക്കണം, അത് അഭിനയമായിട്ട് തോന്നാൻ പാടില്ല. അഭിനയമായിട്ട് എപ്പോഴാണ് തോന്നുക? ശരിക്കും ആ ക്യാരക്ടർ മാത്രം അത് പോർട്രേ ചെയ്യുമ്പോൾ. ബട്ട് വ്യക്തി എന്ന ഞാൻ ആസ് എൻ ആക്ടർ ഞാനത് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണ പോലെ അവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ആ കാണികൾക്ക്, ഓഡിയൻസിനെ ഒരു പെർഫെക്റ്റ് ഇമോഷൻസ് അവരുടെ മൈൻഡിൽ ഇവോക്ക് ആവാൻ സാധിക്കും. സോ ഭട്ടലോലത പറഞ്ഞത് അതാണ്. രസ എന്ന് പറയുന്നത് പെർമനന്റ് മെന്റൽ സ്റ്റേറ്റ് ആണ്. അത് ബോത്ത് ദ ക്യാരക്ടർ ആസ് വെൽ ആസ് ദ ആക്ടറും എക്സ്പീരിയൻസ് ചെയ്യണം. ആൻഡ് ഫോളോയിങ് ദിസ് ഭട്ടലോലത, സങ്കുക എന്ന് പറഞ്ഞ അടുത്തൊരു സ്കോളർ. ആൻഡ് അക്കോർഡിംഗ് ടു സങ്കുക, ഓഡിയൻസ് അറ്റ് ദ ഹൈറ്റ് ഓഫ് രസ ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്ടർ ആൻഡ് ക്യാരക്ടർ. അല്ലേ? ആ രസയുടെ പെർമനന്റ് സ്ഥായി ഭാവത്തിലിരിക്കുന്ന ഓഡിയൻസിനെ ഒരിക്കലും ആക്ടറും ക്യാരക്ടറും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. വി ഫീൽ ദാറ്റ് നമ്മുടെ മുന്നിലുള്ളത് ആ ക്യാരക്ടർ തന്നെയാണ്. നമ്മളതൊരു ആക്ടറായിട്ട് നമ്മൾ കണക്കാക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇമോട്ടീവ് ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധവി മാമിൻ്റെ ആ പിക്ചർ, അല്ലേ? ആ പിക്ചറിൽ അത് കാണുമ്പോൾ വി ഡോണ്ട് ഫീൽ ദാറ്റ് ആ മാധവിയാണ് ഷീസ് ആക്ടിങ് എന്ന് നമുക്ക് തോന്നില്ല. അതൊരു റിയൽ ഇൻസിഡൻറ്റ്, അതൊരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ശരിക്കും അവിടെ അവരെ അത് അനുഭവിക്കണ പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മളിലും ആ ഒരു ഇമോഷൻസ് അവിടെ എക്സ്പ്രസ് ആവുന്നത്. അത് സങ്കുക്ക പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. ഹൈറ്റ് ഓഫ് ദ രസ, ആ സ്ഥായി ഭാവം ഓഡിയൻസിൽ ഉണ്ടാവുമ്പോൾ വി ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ആക്ടർ ആൻഡ് ദ ക്യാരക്ടർ. ചില സീരിയൽസ് കണ്ടിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, വീട്ടിലുള്ള മുതിർന്നവർ ചില സീരിയൽസിലെ നെഗറ്റീവ് റോൾസ് അഭിനയിക്കുന്നവരെ നേരിട്ട് കാണുമ്പോൾ അവരോട് ഹാർഷായിട്ട് പെരുമാറണ്ടും അവരെ എന്താ പറയുക എല്ലാവരുടെ മുമ്പിലും വെച്ചിട്ട് ശകാരിക്കുന്നു എന്നൊക്കെ വന്നില്ലേ? വൈ? ബിക്കോസ് ദേ ഫീൽ ദാറ്റ് അവരാണ് ശരിക്കും, അത് അവർ അഭിനയിച്ചതല്ല, ഇറ്റ്സ് ആക്ച്വലി റിയൽ എന്നുള്ളതാണ് തോന്നുന്നത്. ആ സ്ഥായി ഭാവം അറ്റൈൻ ആവുമ്പോഴാണ് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് നമുക്ക് ഭട്ടനായകയുടെ അഭിപ്രായത്തിലെ ഭാവകത്വ ആൻഡ് ഭോജകത്വ ഇതാളുടെ ഐഡിയാസ് ആണ്. ഭട്ടനായകന്റെ ഐഡിയാസ് ആണ്. ഇവരൊക്കെ രാസയുടെ പ്രൊപ്പോണൻസ് ആണ് കേട്ടോ. ഭട്ടനായകന്റെ 2 ഐഡിയാസ് ആണ് ഭാവകത്വ ആൻഡ് ഭോജകത്വ. ഭാവകത്വ എന്ന് പറഞ്ഞാൽ ജനറലൈസേഷൻ, സാധാരണീകരണ, ജനറലൈസേഷൻ, ഭാവകത്വ.
ആൻഡ് ഈ ഭാവകത്വ ഓർ ജനറലൈസേഷൻ കാരണം ദ സ്പെക്ടേറ്റേഴ്സ് ആർ ലിബറേറ്റഡ് ഫ്രം ദെയർ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് വി ഫീൽ എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്. നേരത്തെ പറഞ്ഞ തന്നെ ഭാവകത്വം കാരണം എന്താണ്, നമ്മൾ വി സ്പെക്ടേറ്റേഴ്സ് വി ആർ ലിബറേറ്റഡ് ഫ്രം ആർ ഇൻഡിവിജ്വാലിറ്റി അല്ലേ, നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയിൽ നിന്ന് ലിബറേറ്റ് ആവുന്നു ആൻഡ് വി എക്സ്പീരിയൻസ് എ യൂണിവേഴ്സാലിറ്റി, ആ ക്യാരക്ടറിന്റെ യൂണിവേഴ്സാലിറ്റി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ബോധകത്വം എന്ന് പറഞ്ഞാൽ എന്താ, ബോധകത്വം എന്ന് പറയുന്നത് മെന്റൽ ഫെസിലിറ്റി ഓഫ് ദ സ്പെക്ടേറ്റർ ആണ്. സ്പെക്ടേറ്ററിന്റെ മെന്റൽ ഫെസിലിറ്റി ആണ് എന്ത്, ബോധകത്വ മെന്റൽ ഫെസിലിറ്റി ഓഫ് ദ സ്പെക്ടേറ്റർ ദാറ്റ് എനേബിൾസ് എക്സ്പീരിയൻസ് ഓഫ് പ്യോർ ജോയ്. അപ്പോൾ ഇതാണ് രാസ തിയറി ടോട്ടലി. അപ്പോൾ നമുക്ക് ഭരതമുനിയുടെയാണ് ഇമ്പോർട്ടൻറ്റ്, ബാക്കിയുള്ളത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കും.